ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പയ്യന്നൂരിലെ കവായി എന്ന് പറയുന്ന മാംഗ്രോവ് ഫോറസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ മാംഗ്രോവ് ഫോറസ്റ്റിൽ പോയിട്ട് നമുക്ക് ഒരുപാട് നടന്ന് നമുക്ക് എൻ്റർടൈൻ ചെയ്യാം. ഫോട്ടോഗ്രാഫിക്കായാലും വീഡിയോഗ്രാഫിക്കായാലും ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വേനൽക്കാലത്ത് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കവായി ബോട്ട് ടെർമിനൽ. ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് ബോട്ട് ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഒരു ബോട്ടിലോട്ട് നമുക്ക് കയറി നമുക്ക് ഈ പറയുന്ന മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഒരാൾക്ക്, അതായത് ഒരു ടീമിന് 800 രൂപയാണ് ഒരു ടീമിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ 2 ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോട്ട് വന്നത്. ഒരുപാട് ആൾക്കാർക്ക് പോകുന്നതാണെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരുപാട് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ പുഴയുടെ നടുവിലോട്ട് നമ്മൾ റൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവസാനം ഈ പറയുന്ന മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ മാംഗ്രോവ് ഫോറസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കയാക്കിംഗ് ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും. നമ്മുടെ മുട്ടോളം മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് നടന്നുകൊണ്ടും നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നിങ്ങളൊരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് പയ്യന്നൂരിലാണ് വരുന്നത്. കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഏതാണ്ട് 40 കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു കവായി ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ബോട്ടിലാണെങ്കിലും നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം വരുന്നില്ല. ബോട്ടിൽ കംപ്ലീറ്റ് നമ്മൾ സെക്യൂർഡ് ആണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ എല്ലാം സെറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സേഫ്റ്റിയിലുള്ള പേടിയും നമുക്ക് വേണ്ട. ഇവിടെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും വെള്ളം മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നടുവിൽ നല്ല ഒന്നാന്തരം മാംഗ്രോവ് ഫോറസ്റ്റും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ബോട്ടുകളാണ് നമ്മുടെ ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട് നമുക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി വരുന്നത്. ശേഷം നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ ബോട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് കയാക്കിംഗ് ബോട്ടും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ഈ പറയുന്ന ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ നമുക്ക് കയാക്കിംഗ് ബോട്ട് തുഴയാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു മുട്ടോളം മാത്രമേ വെള്ളമുള്ളൂ. ഞാൻ ഈ പറയുന്ന ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. വീഡിയോഗ്രാഫിക്കായാലും ഫോട്ടോസിനായാലും നല്ല ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റ് കേട്ടോ. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പോട്ട് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രിപ്പിന് വന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഫുഡും മറ്റും കഴിച്ച സാധനങ്ങൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾ നിക്ഷേപിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എന്നാൽ ഈ ഒരു സ്ഥലത്ത് ഇത് കംപ്ലീറ്റ് നിരോധിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒരു സാധനങ്ങളും നമ്മൾ പുറത്തു നിന്ന് ബോട്ടിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടി പറ്റില്ല. അത് കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അത് മറ്റുള്ള ആരും ചെയ്യില്ല. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് ഒരു മാലിന്യമുക്ത നാടാക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിലൂടെ നമ്മുടെ ഫോട്ടോഷൂട്ടിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്ങും നമുക്ക് എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് മതിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ബോട്ടിലോട്ട് കയറിയ സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവരാദ്യം അവിടെ നിന്നൊരു നമ്പർ തരും. നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ഒരു കാർഡ് ഉണ്ട്, അതിൽ അവരുടെ നമ്പറും ഉണ്ടാവും. നിങ്ങളുടെ ഇവിടത്തുള്ള ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാവുന്നതാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ച് പിക്ക് ചെയ്യാനായിട്ട് അവരവിടുന്ന് ബോട്ട് അയക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ബെസ്റ്റ് സ്പോട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടത്തുള്ള വീഡിയോ കഴിഞ്ഞു. നമ്മളിനി നേരെ കണ്ണൂരിലുള്ള 4 കിലോമീറ്ററോളം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബീച്ചിലിങ്ങനെ നമ്മുടെ കാറൊക്കെ ഓടിച്ച് നമ്മൾ ചെത്തി നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെ ഉണ്ടാവും. പക്ഷേ വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഉപ്പുവെള്ളത്തിൽ നമ്മൾ ഇതുപോലെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ അണ്ടർ ബോഡി നല്ല രീതിക്ക് തുരുമ്പ് കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കണ്ടെന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ വെള്ളത്തിൽ കീക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ നിങ്ങൾ കീച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോവുക. കെമിക്കൽ സർവീസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വാഹനം തുടർന്ന് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയാണ് ഒരു വാഹനത്തിൻ്റെ ഏറ്റവും മസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണി നിങ്ങൾക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു വാഹനം വാങ്ങുന്ന പൈസ തന്നെ നിങ്ങൾക്ക് ആയിന്ന് വരും. നമ്മുടെ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്ട് നിങ്ങൾക്ക് 4 കിലോമീറ്ററോളം നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വാഹനം പഠിക്കുന്നതായാലും അതുപോലെ തന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ മോർണിംഗിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോൾ ഇവിടെ നമുക്ക് കുതിര സവാരിയൊക്കെ ഒരുപാട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു ബീച്ചിൽ. അതുപോലെ തന്നെ ബീച്ച് ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്ന ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ കണ്ണൂരിലെ ഈ പറയുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് നമുക്ക് എവിടെയും കിട്ടാത്ത തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ബീച്ച് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ. കടച്ചേരിയിലെ പ്രതിഭ സരസാണ്.